മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ആ ഒരു ഡയലോഗ് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറാണ്. അപ്പോൾ ആ ഒരു യാത്രയാണ് ഞങ്ങൾ ചെയ്യാൻ പോയ ഈ വീഡിയോയിൽ. അതിനൊപ്പം തന്നെ അതിന് മുമ്പ് മോയാറിലേക്ക് ഒരു ഡ്രൈവ്, ഒരു കിടിലൻ ഡ്രൈവ് കാട്ടിൻ്റെ അകത്ത് കൂടെ, പിന്നെ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ്, ഒരു അടിപൊളി സൺറൈസ് നമ്മുടെ വണ്ടി. ഇതൊരു കിടിലൻ കാഴ്ചയായിരിക്കും. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സമയം വെളുപ്പിന് 5 മണിയായി. വാതിൽ തുറന്നപ്പം പൂച്ചേനെയാണ് കേട്ടോ കാണാൻ സാധിച്ചത്. ജോണ പൂച്ചയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല്ല് തേച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും 6 മണിയായി. നേരം വെളുത്തു. ഞങ്ങളിപ്പോൾ മസനഗുഡിയുടെ അടുത്തായിട്ട് മോയാറിനെ പറഞ്ഞ സ്ഥലത്തേക്ക് ഡ്രൈവിന് പോവാം. ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് പോകണേ. ധാരാളം മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുന്ന ഒരു വഴിയും കൂടിയാണത്. രാവിലെ തന്നെ പോയ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട് മോയാറിലേക്ക്. ഈ വഴിയിൽ കൂടി ഇന്നലെ രാത്രി ഞങ്ങൾ റിസോർട്ടിലേക്ക് വന്നത്. ഈ വഴി കണ്ടപ്പോൾ കുറച്ചൊക്കെ പേടിച്ച് അവിടെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. മസനഗുഡിയിലത്തെ ഒരു ഗ്രാമമാണ് കാണുന്നത്. നീലഗിരി മലനിരകൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. മസനഗുഡി ഊട്ടി മെയിൻ റോഡാണ് മുന്നിൽ കാണുന്നത്. നമുക്കിനി റൈറ്റ് എടുക്കണം. ഗ്ലാസ്സിലൊക്കെ മൊത്തം ഫോഗാറുണ്ട് കേട്ടോ. ഹീറ്റർ ഇട്ട് ഇത് മാറ്റിക്കൊണ്ട് വയ്ക്കാം. ഇതാണ് കേട്ടോ മസനഗുഡിയിലത്തെ മെയിൻ റോഡ്. മസനഗുഡി ടൗണിലെത്തി. ഇനി അടുത്ത റൈറ്റ് എടുക്കണം. ഇതാണ് കേട്ടോ മറവക്കണ്ടി ഡാം. അങ്ങോട്ട് കയറാൻ പറ്റില്ല, പ്രോഹിബിറ്റഡ് ആണ്. മോയ റൂട്ടിലെ ഒരു ഡാമാണ് കാണുന്നത്. അങ്ങനെ ഒരു കൂട്ടം മാനുകളെ കാണാൻ സാധിച്ചു. ഈ മാനുകളെ സ്പോട്ടഡ് ഡീർ അല്ലെങ്കിൽ ആക്സിസ് ഡീർ അല്ലെങ്കിൽ ചിതൽ ഡീർ എന്നാണ് അറിയപ്പെടുന്നത്. പെൺമാനുകളെ കാണുന്നത്. ആൺമാനുകൾക്ക് കൊമ്പുള്ള. കാക്ടസുകൾ നിറഞ്ഞ ഒരു ഡ്രൈ കാടാണ് കേട്ടോ ഈ കാണുന്നത്. കിടിലൻ വഴിയാണ് കേട്ടോ മോയാറിലേക്ക്. മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമാണിത്. ഇഷ്ടംപോലെ മാനുകൾ ഈ സമയത്ത് കാണാൻ പറ്റും. ഇങ്ങോട്ടും ജീപ്പിൽ വരാട്ടോ. അവരുടെ കയ്യിലൊരു പാക്കേജ് ഉണ്ട്. മോയാറിലേക്ക്, സിംഗാരയിലേക്ക്, പിന്നെ വിഭൂതി മലയിലേക്ക്. ഇതിൽ മോയാറിലേക്കും സിംഗാരയിലേക്കും നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാം. വിഭൂതി മലയിലേക്ക് ജീപ്പിൽ മാത്രം പോകാൻ പറ്റുള്ളൂ. വിഭൂതി മലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മസനഗുഡി ടൗണിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടും. എന്തായാലും ഞങ്ങൾ വിഭൂതി മലയിലേക്ക് പോകുന്നില്ല. ആദ്യം നമുക്ക് മോയാർ വരെ പോയിട്ട് വരാം. ഈ പോകുന്ന വഴിയാണ് കേട്ടോ ഭംഗി. അവിടെ 2 ജീപ്പ് നിർത്തിയേക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി റൈറ്റ് സൈഡിലേക്ക് കഴിച്ചു കൊണ്ടുവന്നാൽ. ഇനി മോയാറിലേക്ക് 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇതേ റോട്ടിലെ ആനപ്പിണ്ടം. കാട്ടുപന്നിയാണ് കേട്ടോ കാണുന്നത്. വൈൽഡ് ബോറ എന്നാണ് പറയണത്. വൈൽഡ് പിഗ് എന്നും അറിയപ്പെടും. ഒരു അടിപൊളി സൺറൈസ് കേട്ടോ. സൂര്യൻ നമ്മുടെ നേരെ മുന്നിൽ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. സഫാരിയുടെ ഭാഗമായിട്ട് ജീപ്പുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. മോയാറിൽ നിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന TNSTCയുടെ പുതിയ ബസ്സാണ് ഈ കാണുന്നത്.
ഇവിടുത്തെ ആൾക്കാർ മായാർ എന്നാണ് കേട്ടോ പറയണേ. മോയാറാണോ മായാറാണോ എന്ന് ഏതാ കറക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇതാ കാടൊക്കെ കടന്ന് മോയാർ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. മോയാർ ഡാമിൻ്റെ റിസർവോയറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. മോയാർ റിവറിലാണ് കേട്ടോ ഈ ഡാം നിർമ്മിച്ചത്. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, ഇൻഫാന്റ് ജീസസ് ചർച്ചാണത്. അങ്ങനെ മോയാറിൽ വെച്ച് 2 മയിലുകളെ കണ്ടിരിക്കുകയാണ്. ഈ വഴി മുന്നോട്ട് പോയി എങ്ങോട്ടൊക്കെ പോവാണ് കേട്ടോ. ഇതിൽ അടിപൊളി സൺറൈസ്. ഇവിടെ 2 പീക്കോക്കിനെ കാണാൻ സാധിച്ചു, ആ ഭാഗത്തുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മായാറിലുള്ള അമ്പലം. വണ്ടി ഇവിടെ തിരിക്കാണ്. അങ്ങനെ മോയാർ വരെ ഡ്രൈവിന് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് മസനോടിക്ക് പോവാം. ഇനി ഞങ്ങൾ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോകണേ. അത് 8:30 ആകുമ്പോഴത്തേക്കും തുറക്കും. എന്തായാലും ഇപ്പം സമയം 7 മണിയായി. ആലൊഴിഞ്ഞ ഗ്രാമം പോലെ തോന്നുന്നുല്ലേ. മസനഗുഡിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ പ്രവേശനമുള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ മോയാർ. അവിടെ ഒരു വലിയ ബാനിയൻ മരം കാണാൻ സാധിക്കും, ആൽമരം. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നോക്ക്, വലിയൊരു ആൽമരം. ഈ സൈഡൊക്കെ വെട്ടീനാ തോന്നുന്നത്, വെട്ടിയിട്ടുണ്ട് ഈ സൈഡൊക്കെ. ഇതാണ് കേട്ടോ മോയാർ ഗ്രാമം. ഈ വഴിയിലൂടെ ആന പോയിട്ടുണ്ട് കേട്ടോ. ആനപ്പിന്നെ കിടക്കണുണ്ടോ. ഇതേ നോക്കൊരു കിടിലൻ പോസിലാണ് കേട്ടോ മയില് മരത്തിന്റെ മുകളിൽ നിൽക്കണേ. ഇതിനുള്ളിലൊരു ആനയുണ്ട് കേട്ടോ. കമ്പ് കൊടുക്കുന്ന സൗണ്ട്. എലിഫന്റ് ഉണ്ട് അകത്ത്. ഇതാ കണ്ട് വാലുണ്ട്. Elephant inside. അടുത്ത് പറഞ്ഞുണ്ട് അവിടെ കമ്പിന്റെ പുറകില്. ഞാൻ കണ്ടു. See properly in that bush, you can see. അവിടെ 3-4 ആനക്കൂട്ടങ്ങളുണ്ട് കേട്ടോ ആ ബുഷിന്റെ അപ്പുറത്ത്. ഇങ്ങനെ വരുന്നില്ല. പക്ഷെ മിസ്സായിട്ടോ, ആന അകത്തേക്ക് കയറിപ്പോയി. ഒരു 5 മിനിറ്റ് മുമ്പ് റോഡ് ക്രോസ് ചെയ്ത് പോയതേ ഉള്ളൂ എന്നാണ് ഒരു ജീപ്പുകാർ പറഞ്ഞ്. ഞങ്ങൾക്ക് ചെറുതായിട്ട് ആനേനെ കാണാൻ പറ്റി. ആ വീഡിയോയിൽ എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല. ഹനുമാൻ ലങ്കൂർ കുരങ്ങന്മാരാണ് കേട്ടോ അടുത്ത സൈറ്റിംഗ്. ഗ്രേ ലങ്കൂർ എന്ന് അറിയപ്പെടും. ഈ കുരങ്ങന്മാരുടെ പകുതി സമയം ഗ്രൗണ്ടിലും ബാക്കി പകുതി മരങ്ങളുടെ മുകളിലായിരിക്കും ചെലവഴിക്കുന്നത്. ഹനുമാൻ ലങ്കൂറിന്റെ പ്രത്യേകത ഈ വെറൈറ്റി കളറാണ് ഞാൻ കേട്ടോ.
ഇവിടെ ഒരു കുറങ്ങനെ പോസ്റ്റിനോട് എന്തോ രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം 2 ചെറിയ കുരങ്ങന്മാർ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിലി തന്നെ കാണാം. എല്ലാവരും ഇങ്ങനെ പാറപ്പുറത്ത് കയറി ഇരിക്കുക. പുറകിൽ കുറച്ച് മാനുകളുണ്ട് കേട്ടോ. ഈ ഹനുമാൻ ലങ്കർ ഉള്ളടത്ത് മാനുകളെ കാണാൻ സാധിക്കും. ഈ കുരങ്ങന്മാരെ മരത്തേന് എന്തെങ്കിലും പൂവും കായൊക്കെ പറിച്ച് താഴെയിടുമ്പോൾ അത് മാനുകൾക്കൊരു ഭക്ഷണമാകും. അവിടെ ഒരു ആനയുണ്ട് കേട്ടോ. റോഡ് കടന്നു പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ ചെറിയ രീതിയിൽ ഫോഗ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 2 വഴിയുണ്ട് കേട്ടോ. ലെഫ്റ്റിലേക്ക് എലിഫന്റ് ക്യാമ്പ്, റൈറ്റിലേക്ക് മറ്റേ മൈസൂർ ഊട്ടി റോഡിലേക്ക്. ഇതാണ് കേട്ടോ തെപ്പക്കാടിലത്തെ എലിഫന്റ് ക്യാമ്പ്. 8:30 തൊട്ട് 9 o'clock ആണ് കേട്ടോ മോർണിംഗ് ഫീഡിങ് ടൈം. പിന്നെ ഈവനിങ് 5:30 to 6. ഇപ്പം സമയം 7:50 ആയി. എലിഫന്റ് ക്യാമ്പിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തെപ്പക്കാടിലുള്ള റിസപ്ഷൻ സെന്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ തന്നെ ജംഗിൾ സഫാരിയുടെ ടിക്കറ്റും എടുക്കാം. അങ്ങനെ ഇവിടെ നിന്ന് എലിഫന്റ് ക്യാമ്പിലേക്ക് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. ചിൽഡ്രന് 20 രൂപ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. താഴെ കാണുന്നത് മോയ റിവറാണ് കേട്ടോ. നിങ്ങൾക്ക് ആനയൊക്കെ ഉണ്ട് കേട്ടോ എലിഫന്റ് ക്യാമ്പിൽ. 8:10 ആയിട്ടുള്ളൂ. 20 മിനിറ്റ് ഉണ്ട്. ഇതൊരു മയില് പീലി വിടർത്തി നിൽക്കുക അവിടെ. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇവിടെ വരെ വന്നുകൊണ്ട് മയിൽപ്പീലി വിടർത്തുന്നത് കാണാൻ സാധിച്ചു. കുറച്ച് അകലേന്ന് കണ്ടു, എന്നാലും കിട്ടിയില്ലേ. ഇത് ഞങ്ങൾ തിരിച്ച് എലിഫന്റ് ക്യാമ്പിലേക്ക് പോവാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ. ഇതൊരു ആനേനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. വേറൊരു ആന ഇറങ്ങിയവരുണ്ട്. അങ്ങനെ കറക്റ്റ് 8:30 ആയപ്പോൾ എലിഫന്റ് ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറാണ്. ഇവിടെ ആനയുടെ സ്റ്റാച്ചു കാണാം. പിന്നെ അപ്പുറത്ത് എന്താ 3-4 ആനകൾ. അത് ആനകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ആന വരുന്നുണ്ട്. കുറേ ഉണ്ട്. മോയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്യാമ്പുകളിൽ ഒന്നാണത്. മരക്കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ആനകൾക്കായി 1910 ഈ ക്യാമ്പ് രൂപീകരിച്ചു. 1927 ഈ ക്യാമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിൽ 2 കിടങ്ങൾ ഉൾപ്പെടുത്തി 28 ആനകളെയാണ് ഇപ്പോൾ പരിപാലിക്കുന്നത്. ഇവിടെ ഫീഡിംഗ് ടൈം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ 8:30-ക്കും വൈകുന്നേരം 5:30-ക്കുമാണ്. റീസെൻ്റ്ലി ഓസ്കാർ അവാർഡ് നേടിയ ഒരു ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിമായ ദ എലിഫന്റ് വിസ്പറേഴ്സിന് ശേഷം ഈ ഒരു എലിഫന്റ് ക്യാമ്പ് പോപ്പുലറായത്. മുതുമലൈ നാഷണൽ പാർക്കിൽ ദമ്പതികളായ ബെല്ലിയും ബൊമ്മനും റഘു എന്ന അനാഥനായ ആനക്കുട്ടിയും നടത്തുന്ന യാത്രയാണ് ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുന്നത്. റഘു എന്നറിയപ്പെടുന്ന ആ ഒരു അനാഥനായ ആനക്കുട്ടിയെ ഈ എലിഫന്റ് ക്യാമ്പിൽ കാണാൻ പറ്റും. ആനകളുടെ ഡയറ്റ് പ്ലാനാണ് കേട്ടോ കാണുന്നത്. നമുക്ക് ഹോർസ് ഗ്രാം, റാഗി, റൈസ്, സോൾട്ട്, ജാഗറി, മിനറൽ മിക്സർ, കോക്കനട്ട്, ഷുഗർ കെയിൻ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഫീഡ് ചെയ്യണത്. ഇവിടെ ഓരോരോ ആനകളുടെ പേരും അതിനൊപ്പം അതിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഒരു വയസ്സായ ആനയാണിത്. തുമ്പിക്കൈ കമ്പിയിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഇത്. ഇവിടെ ഒരാള് ആനയുടെ കാലിലും നാക്കിലും എന്താണൊക്കെ പെരട്ടുന്നുണ്ട് കേട്ടോ. വല്ല ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കും.
ഇത് ഓരോരോ ആനകളുടെ പേരാണ് കേട്ടോ കൊടുത്തേക്കണേ. ജംബു, സുമംഗല, വസീം, സെന്തിൽ വടിവ്, സന്തോഷ്, വിജയ്, ഗണേഷ്, ശങ്കർ, മൂർത്തി, അന്ന, ഇന്ദർ, കാമാച്ചി, ബാമ. കണ്ട ആനകൾക്ക് വേറെ പേരുണ്ട്. പിന്നെ 8:45 ഫീഡിങ് എപ്പോഴാ? ഓരോ ആനകളുടെ പ്രായമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 74 വയസ്സ്, 72 വയസ്സ്, 35, 64 ഓരോരോ ആനകളുടെ പേര് വെച്ചിട്ട്. ചുമന്ന കളറിൽ പേര് എഴുതിയ ആനകളുടെ പ്രായമായതാണ് കേട്ടോ. അതിൽ 74 വയസ്സായ ബാമ എന്ന് അറിയപ്പെടുന്ന ഒരു ആനയാണ് ഏറ്റവും പ്രായമായത്. ഏറ്റവും ഇളയത് റഘുവും ബൊമ്മിയാണ്. പിന്നെ ഇത് ആനകളുടെ പേര് വെച്ചിട്ട് കുറേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡയറ്റിൻ്റെ ലിസ്റ്റും ഡേറ്റ് ഓഫ് ക്യാപ്ചർ അതൊക്കെ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് മിക്സ് ചെയ്ത് ബോളുകൾ ആക്കിക്കൊണ്ടിരിക്കുക ആനകൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി. ഓരോരോ ആനകളുടെ ഡയറ്റ് അനുസരിച്ച് പല പല കോമ്പോസിഷനിൽ ഉണ്ടാക്കിയ ഫുഡാണ് ഈ കാണുന്നത്. അതും ആനകളുടെ പേര് വെച്ചിട്ടാണ് കേട്ടോ ഐഡൻറ്റിഫൈ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആനകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഈ ആനകളുടെ കെയർ ടേക്കർ തന്നെയാണ് കേട്ടോ ഫീഡ് ചെയ്യണത്. കുഞ്ഞു ആനകൾക്കാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത്. ആന തുമ്പിക്കൈ പൊക്കുമ്പോഴാണ് കേട്ടോ ഇവർ വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുക്കുന്നത്. ഇനി പ്രായമായ ആനയ്ക്കാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത്. ഫുഡ് ബോൾ പോലെ ആക്കിയിട്ട് ഓരോരോ ആനകൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ആനയ്ക്ക് മുഴുവൻ തിന്നാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. കുറച്ച് തുമ്പിക്കൈയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എലിഫൻറ്റ് ഫീഡിങ്ങും കണ്ട്. ഇവിടെ ഫോറസ്റ്റ് വെറ്റിനറി ഡിസ്പെൻസറി ഉണ്ട്. 28 ആനകളാണ് കേട്ടോ ഈ ക്യാമ്പിലുള്ളത്. എന്തായാലും ഞങ്ങളിനി തിരിച്ച് റൂമിലേക്ക് പോകാം. റൂമിൽ പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാം. ഊട്ടി വഴി പാലക്കാടിലേക്ക് പോകാം. അങ്ങനെ തെപ്പക്കാട്ടിലുള്ള ബാനിയൻ റെസ്റ്റോറൻറ്റിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നിരിക്കുകയാണ്. താഴെ മോയ റിവർ കാണാം. സമയം 9 മണി കഴിഞ്ഞു കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അത് ഒരു ആന കുളിക്കാൻ പോണതാണ്. ഇതാണ് കേട്ടോ ഗീ റോസ്റ്റ്. ഇത് മടക്കി വെച്ച് സ്ക്വയർ ഷേപ്പിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ചട്നി സാമ്പാറൊക്കെ കൊണ്ടുവരാനുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവാം. അവിടെ ഇവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഊട്ടിയിലേക്ക് പോകാം. ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ കറണ്ട് കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കറണ്ട് ഓഫാക്കിയിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തെങ്ങുംതോപ്പ് കാണാം. ആ കാണുന്ന വഴി മിഡ്വേ ജംഗിൾ റിസോർട്ടിലേക്ക് പോകുന്ന വഴി. ഇത് നമ്മുടെ ഫാമഗ്രാം റിസോർട്ടിലേക്ക് പോകുന്ന വഴി. ഇന്നലെ രാത്രി ഈ വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ വന്നത്. 2 സൈഡിലും ഇലക്ട്രിക് ഫെൻസാണ് ഈ വഴിയുടെ 2 സൈഡിലും. ആനകളൊക്കെ ഇറങ്ങണ സ്ഥലം അത്. ഒരു കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടോ. ഞങ്ങൾ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ് കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ മസനോടി വരുന്ന വഴി കുറേ പോലീസുകാരുണ്ടായിരുന്നു വഴിയുടെ സൈഡിൽ. അവർ ഞങ്ങളെ തടഞ്ഞ് എന്നിട്ട് എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. ഞങ്ങൾ മസനോടിയിൽ ഇവിടെ റൂം ബുക്ക് ചെയ്തു. ആ റൂം ബുക്ക് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ആ വഴി ഊട്ടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് അവിടെ പോകാൻ പറ്റില്ല, ഇന്ന് കളക്ടർ വരുന്ന ദിവസമാണ്,
ഇന്നൊരു ദിവസത്തേക്ക് മസ്നഗുഡി വഴി ഊട്ടിയിലേക്കുള്ള റോഡ് അടച്ചിട്ടേക്കുക. ആർക്കും ആ വഴിയിൽ പ്രവേശനമില്ല. ആ ഒരു പോപ്പുലർ റൂട്ട് ഇപ്പോൾ മിസ്സാക്കിയേക്കാണ്. ഇതിൽ ആ കാര്യം ഓർത്ത് വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്കിനി ഗൂഡല്ലൂർ വഴി ഊട്ടി പോകാം. മസ്നഗുഡിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക്. ഈ ഒരു റിസോർട്ട് ഞാൻ പകലിൽ കാണിച്ചു തരാം. 2 ഫാമിലിക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. 2 റൂമുകളുള്ളൂ. ഇവിടെ ലോൺ അപ്പുറത്തൊക്കെ കൃഷി സ്ഥലങ്ങൾ, സിൽവർ റോക്സ് തോട്ടം, അതിനപ്പുറത്ത് വീടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ലഗേജൊക്കെ ഇനി വണ്ടിയിൽ കൊണ്ട് വെക്കണം. നല്ല റിസോർട്ടാണ് കേട്ടോ. പക്ഷേ റിസോർട്ടിന് വരാന്തയിലുള്ള കസേരകളെല്ലാം പൊട്ടി കിടക്കായിരുന്നു. അങ്ങനെ തെപ്പക്കാട് വീണ്ടും എത്തിയിരിക്കുകയാണ്. മസ്നഗുഡി റോട്ടിലേക്ക് ആരെയും വിടുന്നില്ല. എല്ലാവരും ഈ റോട്ടിലേക്ക് പറഞ്ഞു വിടാം. അങ്ങനെ മുതുമല ടൈഗർ റിസർവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഗൂഡല്ലൂർത്തെ ബസ് സ്റ്റാൻഡാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ കാണുന്ന നീല ബസ് നീലഗിരി ജില്ലയിലത്തെ ഉൾഗ്രാമങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. മേലെ ഗൂഡല്ലൂർ എത്തിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇടുങ്ങിയ വഴിയാണ്. ആ വഴി ശരിയാക്കണമെങ്കിൽ വീടുകൾ പൊളിച്ച് കളയേണ്ടി വരും. ഇതെല്ലാവരും ഊട്ടിയിലേക്ക് വെച്ച് പിടിക്കുക. എന്തോരം വണ്ടികളാണ് നോക്ക്. സിൽവർ ക്ലൗഡ് എസ്റ്റേറ്റ് താഴെ കാണുന്നത്. അങ്ങനെ ഊട്ടിയിലേക്ക് ആദ്യത്തെ എയർപ്ലെയിൻ ബെൻഡ് കയറാണ് കേട്ടോ. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എത്തുന്ന മുമ്പുള്ള ഒരു സീനിക് സ്പോട്ടാണിത്. നല്ല ഹൈറ്റിൽ നിൽക്കുന്ന യൂക്കാലിപ്റ്റസ് കാട്. ഇതേപോലത്തെ ഒരു കാട് നമ്മൾ വട്ടവടയിലും കണ്ടു. വട്ടവട സൈഡിൽ ഇതിനേക്കാളും ഭംഗിയാണെങ്കിലും ഇവിടുത്തെ മരങ്ങൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. റോഡൊക്കെ വീതി കൂട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൈക്കാരയിൽ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടികളൊക്കെ നോക്കും. ഇവിടെ പൈക്കാര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്ഥലമുണ്ട്. പൈക്കാര വാട്ടർഫാൾസിലേക്ക് എൻട്രൻസ് ഇവിടെയുണ്ട്, ഈ ഭാഗത്താണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ വേണ്ടി ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തേക്കണേ. അന്നൊരു പ്രാവശ്യം ഞങ്ങൾ അന്നപ്പോൾ പൈക്കാര വാട്ടർഫാൾസിലേക്ക് പോയി. ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അത് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പോകുന്ന വഴി ഇവിടെ നിന്ന് ക്യാരറ്റ് വരച്ചിട്ട് പോകണം നിർത്തി. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നേരെ പാലക്കാട് പോകാം. നല്ല ഫ്രഷ് ക്യാരറ്റ് ബീട്രൂട്ടും ഉണ്ട് കേട്ടോ. പൈക്കാര കഴിഞ്ഞ് ഇനി ഊട്ടി എത്താറായി. അങ്ങനെ തലേക്കുന്താന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ലെഫ്റ്റിൽ കാണുന്ന വഴി മസ്നഗുഡിയിൽ നിന്ന് ഇവിടെയാണ് വന്ന് ചേർന്നത്. ശരിക്കും പറയാം മസ്നഗുഡിയിൽ നിന്ന് ഇങ്ങോട്ട് ആകെ 23 കിലോമീറ്റർ ഉള്ളൂ. ആ വഴി വരുന്നതിന് പകരം ഞങ്ങൾ 68 കിലോമീറ്റർ കറങ്ങി ഗൂഡല്ലൂർ വഴി ഇങ്ങോട്ട് വന്നത്. ഇതാണ് കേട്ടോ ചേരിങ് ക്രോസ്. ഊട്ടിയിലത്തെ ഏറ്റവും വലിയ ബിസിയസ്റ്റ് ജംഗ്ഷനാണ് ഇത്. കെട്ടി വാലിയാണ് കേട്ടോ ഈ കാണുന്നത്. താഴെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ ട്രാക്ക് ചെയ്തപ്പം ട്രെയിൻ ലൗഡയിലാണ് കിടക്കുന്നത്. ഏതാനും നിമിഷങ്ങളുള്ളിൽ താഴെ വരും. അപ്പം ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഇതേ ട്രെയിൻ വന്നു കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഊട്ടിയിൽ നിന്ന് വിട്ടത്. 5:30 ആകുമ്പോഴത്തേക്ക് മേട്ടുപാളയത്ത് ചെല്ലുന്ന ട്രെയിനാണ് കാണുന്നത്.
ഇത് നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ എഞ്ചിനൊക്കെ മാറ്റി ഇപ്പോൾ കുന്നൂർ വിട്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയാന്നൊക്കെ, ജാക്കറിന്റെ പൂക്കളൊക്കെ ഫുൾ ബ്ലൂമിലാണ് കേട്ടോ നിൽക്കണേ. കട്ടേരി പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടാ. ഞങ്ങളിപ്പം ചുരം ഇറങ്ങാൻ പോവാണ് കേട്ടോ, മേട്ടുപ്പാലയത്തേക്ക്. ഒരു ബസ് വരാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ബ്ലോക്ക്. അങ്ങനെ അടിവാരത്തുള്ള മേട്ടുപ്പാലയം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഭവാനി പുഴ ക്രോസ് ചെയ്യാൻ പോവാ. അങ്ങനെ മസനഗുഡിയിലത്തെ കാഴ്ചകളും കണ്ട് മോയാറിലേക്ക് ഒരു ഡ്രൈവും തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പൊക്കെ കണ്ടിട്ട് ഊട്ടി വഴി ഞങ്ങൾ പാലക്കാടിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോനായിട്ട് അവസാനിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.